നമസ്കാരം. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ 30കളിൽ തന്നെ ഈസ്റ്റ് ബംഗാളിൽ നിന്ന്, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിം കുടിയേറ്റം ആസാമിലേക്ക് ആരംഭിച്ചിരുന്നു. ഇത് ജിന്നയുടെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിൽ നടന്ന ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ആയിരുന്നു. ആസാമിനെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കുകയും അതുവഴി ആസാമിനെ പിന്നീട് പാകിസ്ഥാന്റെ ഭാഗമാക്കുവാൻ അവകാശവാദം ഉന്നയിക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു അത്. ഈ ഒരു ലാർജ് സ്കെയിൽ കുടിയേറ്റം കാരണം സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ആസാമിന്റെ പല പ്രദേശങ്ങളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു. ആ പ്രദേശങ്ങളിലൊക്കെ വിഭജനത്തോടെ പാകിസ്ഥാന്റെ ഭാഗമാവുകയും ചെയ്തു. സ്വാതന്ത്ര്യം ലഭിച്ചതോടെ എങ്കിലും ഈ കുടിയേറ്റം നിൽക്കുമെന്ന് പൊതുവെ കരുതിയെങ്കിലും അതുണ്ടായില്ല. ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നെഹ്റുവിനും കോൺഗ്രസിനും വോട്ടായിരുന്നു പ്രധാനം. കുടിയേറ്റക്കാർ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു. അതുകൊണ്ട് നെഹ്റു ഇതിനോടൊക്കെ കണ്ണടച്ചു. അതുമാത്രമല്ല, മുസ്ലിം ലീഗ് നേതാവും ജിന്നയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന മൗനുൽ ഹഖ് ചൗധരി, അദ്ദേഹം സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിൽ ചേർന്ന് ഭാരതത്തിൽ സ്ഥിരതാമസമാക്കി. ആസാമിനെ ഇസ്ലാമികവൽക്കരിക്കുവാൻ ജിന്നയുടെ നിർദ്ദേശപ്രകാരം നടന്ന ഒരു പ്ലാൻ ആയിരുന്നു അത് എന്ന് പരക്കെ സംശയിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ സംശയിക്കുവാൻ കാരണം, ഒരു 10 വർഷം കാത്തിരിക്കൂ, ആസാമിനെ ഒരു വെള്ളിത്തളികയിൽ നിനക്ക് ഞാൻ തരാം എന്ന് ജിന്ന ഹക്കിനോട് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 48-ൽ ജിന്ന മരിച്ചുപോയി. എങ്കിലും ജിന്നയുടെ സ്വപ്നം സഫലമാക്കുവാൻ കോൺഗ്രസുകാർ പ്രതിജ്ഞാബദ്ധമായിരുന്നു എന്ന് തോന്നിപ്പോകും. കാരണം കോൺഗ്രസുകാർ ഈ ഹക്കിനെ ആസാമിലെ മന്ത്രിയാക്കി, പിന്നീട് കേന്ദ്രമന്ത്രിയുമാക്കി. ഈ പദവികളിലൊക്കെ ഇരുന്നു കൊണ്ട് ജിന്നയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് മൗനുൽ ഹഖ് ശ്രമിച്ചത്. ആസാമിലെ അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരെ മുഴുവൻ ആസാമിൽ സ്ഥിരതാമസക്കാരാക്കുവാൻ വേണ്ട സകല നിയമ നടപടികളും നടത്തിയത് മൗനുൽ ഹഖ് ആയിരുന്നു. മുസ്ലിം വോട്ട് ബാങ്ക് ദൈവം തന്ന സമ്മാനമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം കരുതിയത്. അതുപയോഗിച്ച് തുടർച്ചയായി 30 കൊല്ലം കോൺഗ്രസ് ആസാം ഭരിച്ചു. ഗോപിനാഥ് ബാർഡോളിയെ പോലെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചു. പക്ഷേ അവർക്കൊന്നും നെഹ്റുവിൽ നിന്ന് യാതൊരു പിന്തുണയും ലഭിച്ചില്ല. 60കളിൽ ഇവരെ പുറത്താക്കുവാൻ, ആസാമിലെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുവാൻ ആസാമിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി. നെഹ്റു അതിനെയും പിന്തുണച്ചില്ല. ദേശീയ താല്പര്യത്തെക്കാൾ വോട്ട് ബാങ്ക് ആയിരുന്നു നെഹ്റുവിന് പ്രധാനം. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.